നമസ്കാരം. മനുഷ്യൻ പലതരത്തിലുള്ള മൃഗങ്ങളെ ഇണക്കിയെടുത്തിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പല ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അതുപോലെ വവ്വാലിനെ ഇണക്കിയെടുത്തിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ഹോളിവുഡ് സിനിമയായിട്ടുള്ള ബാറ്റ്മാൻ കേട്ടിട്ടില്ലേ? അതിലൊരു മനുഷ്യൻ ഒരു ഗുഹയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, കുറേ വവ്വാലുകൾ വന്ന് പൊതിയുന്നു. പെട്ടെന്ന് അയാൾക്ക് വവ്വാലുകളിൽ നിന്നൊരു സൂപ്പർ പവർ കിട്ടുന്നു, പിന്നെ അയാൾ യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് വവ്വാലിനെ കൊണ്ട് യുദ്ധത്തിനിറക്കാൻ പറ്റും. ഈ വവ്വാലുകളെ സുഹൃത്തുക്കളെ രാത്രിയിൽ മാത്രം കണ്ണ് കാണുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇവ ഗർത്തങ്ങളിലൂടെ, അതുപോലെ തന്നെ നിറയെ മരങ്ങളൊക്കെയുള്ള വനത്തിലൂടെ, ഗുഹകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയല്ല, ഇവർ മറ്റൊരു സവിശേഷത ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതായത് വവ്വാലുകൾക്ക് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഈ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് ഇത് ചുറ്റുമുള്ള വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരും. അങ്ങനെ അത് പ്രതിഫലിക്കുമ്പോൾ ഈ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിലൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിന് ഡോപ്ലർ ഷിഫ്റ്റ് എന്നാണ് പറയുക. ഈ സംഭവം വവ്വാലിൻ്റെ തലച്ചോറിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ മനുഷ്യന് ഇത് കേൾക്കാനോ തിരിച്ചറിയാനോ ഒന്നും കഴിയില്ല കേട്ടോ. ആ ഒരു സവിശേഷത വെച്ചിട്ടാണ് വവ്വാലുകൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. ബ്രിട്ടനിലുള്ള ബ്രിസ്റ്റോൾ സർവകലാശാല ഇതിനെ പഠന വിധേയമാക്കുകയും ഈ ഒരു സവിശേഷതയെ നമ്മൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രോൺ ക്യാമറകളിൽ, അതുപോലെ തന്നെ സെൽഫ് ഡ്രിവൺ കാറുകളിൽ, എന്തിന് യുദ്ധത്തിന് വരെ ഈ സവിശേഷതകളെ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ആ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ വൈകാതെ തന്നെ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ മുമ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുപിടിക്കുന്നുണ്ട്, ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.